ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സാമ്പത്തിക തടസ്സം, അതിനുള്ള കാരണങ്ങൾ എന്താണ്, എങ്ങനെ അത് ഓവർകം ചെയ്യാം എന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് നമ്മളുടെ പ്രോസ്പെരിറ്റി, അഭിവൃദ്ധിയെ തടസ്സപ്പെടുത്തുന്നത്? ഇനി എന്താണ് ആ തടസ്സത്തിന്റെ ഉറവിടം, അതായത് എവിടെ നിന്നാണ് അങ്ങനെ ഒരു തടസ്സം നമ്മുടെ ജീവിതത്തിൽ വന്നത്? അടുത്തതായിട്ട് ഈ ബ്ലോക്കേജിനെ തടസ്സം അതിജീവിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തതായിട്ട് ഈ ഫ്രീ ആവാൻ, ഈ ബ്ലോക്കിൽ നിന്ന് എന്നേക്കുമായി ഫ്രീ ആവാൻ നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് തടസ്സം എന്താണെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉള്ള ഒരു സന്തോഷം നമുക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ ഫാമിലി ലൈഫിന്, ഇപ്പോൾ പുതിയൊരു ജോലിക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി ലൈഫിനകത്ത് തടസ്സപ്പെടുമോ? നിങ്ങൾക്ക് കുട്ടികളോടൊത്ത് ചിലവഴിക്കാനുള്ള സമയം കുറയോ, അല്ലെങ്കിൽ ഹസ്ബൻഡിനോടൊത്ത്, അല്ലെങ്കിൽ തിരിച്ച് വൈഫിനോടൊത്ത് ചിലപ്പോൾ നാട് വിട്ട് പോകേണ്ടി വരും നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫാമിലി ലൈഫ് തടസ്സപ്പെടുമോ? അത് കുടുംബത്തിന് ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവായിട്ട് ബാധിക്കുമോ? ഞാൻ സമ്പാദ്യം, ജോലി അങ്ങനെ വെച്ച് പോയി കഴിഞ്ഞാൽ എൻ്റെ കുടുംബജീവിതം, ഫാമിലി ഹാപ്പിനെസ് തടസ്സപ്പെടുമോ എന്നുള്ള ചിന്തയാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഉറവിടം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് മുമ്പ്, ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കും, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലായിരിക്കാം, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അപ്പോൾ ജോലിക്ക് വേണ്ടി വേറെ നാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള മനോവേദനകൾ വീണ്ടും വന്നാലോ എന്നൊരു പേടി നിങ്ങൾക്കുണ്ട്. അങ്ങനെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമോ? ഞാൻ ഇതുവരെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത കുടുംബ സമാധാനം, കുടുംബജീവിതം എൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോകുമോ എന്നൊക്കെയുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. അതാണ് ഈ തടസ്സത്തിൻ്റെ ഉറവിടം. എങ്ങനെ നമുക്ക് ഇത് ഓവർകം ചെയ്യാൻ നോക്കാം? അതായത് ഒരു പുതിയ തുടക്കത്തിന് തയ്യാറാവുക എന്നാണ് പറയുന്നത്. ഒരു ഫൂൾ, ഇതിപ്പോൾ ഫൂളിൻ്റെ എനർജിയാണ്. ഫൂൾ ഒന്നും ചിന്തിക്കുന്നില്ല, വളരെ ഇന്നസെൻ്റ് ആണ്, ഏറ്റവും ഇന്നസെൻ്റ് ആയ ഒരു വ്യക്തിയാണ്. ഫുള്ളി യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ആളെയാണ് കാണുന്നത്. ഇതിലെ അവളത്തെ നായരെ പടം നമ്മൾ കാണുന്നത് അത് യൂണിവേഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്ത് കൊടുക്കുക, നിങ്ങൾ കറക്റ്റായ ലക്ഷ്യത്തിലേക്ക് യൂണിവേഴ്സ് എത്തിച്ചോളൂ. അതുപോലെ പുതിയ തുടക്കങ്ങൾക്ക് റെക്ലെസ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഫൂളിന്. അതുപോലെ ഫൂളിനെ പോലെ വളരെ റെക്ലെസ് ആയിട്ട് പുതിയ കാര്യങ്ങൾ സ്വീകരിക്കാൻ മനസ്സ് തുറക്കുക എന്നുള്ള രീതിയിലാണ് സന്ദേശം ലഭിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ ഫ്രീ ആവാം. നിങ്ങൾക്ക് ഒരു വിദേശയാത്ര നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോകണം എന്നാണ് പറയുന്നത് കേട്ടോ. വീട്ടിലെ കാര്യങ്ങൾ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വെക്കരുത്. ഇപ്പോൾ വിദേശത്ത് ഞാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം ഒഴിച്ച് വേറെ എവിടെയായാലും അത് വിദേശം തന്നെയാണ്. പിന്നെ അതിന് നല്ലൊരു പ്ലാനിങ് വേണം, നല്ല പ്രതീക്ഷ വേണം, പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ട് അതിനെ കാണുക, ആ ഒരു മാറ്റത്തിന് കാണുക. ഇതിപ്പോൾ ശരിക്കും ഫിസിക്കലി യാത്ര ആയിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ നമ്മൾ വേറൊരു ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേഖല, ഒരു ജോലിയിൽ നിന്ന് മാറി പുതിയൊരു കാര്യത്തിലേക്ക് തിരിയുന്നതുമായിരിക്കും കേട്ടോ. സ്ഥലം മാറുന്നതായിക്കൊള്ളുന്നത് മാത്രമല്ല. അപ്പോൾ അതും ഒരു പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ട് നല്ലതേ വരൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഈ സാമ്പത്തിക തടസ്സം, ബ്ലോക്കേജ് മാറിക്കിട്ടും എന്നാണ് പറയുന്നത്.